ഞാനും അമ്മയും കൂടി അമ്പലത്തിൽ പോകാം കേട്ടോ. കുറേ നാളായി ഞങ്ങൾ ഇരിക്കുന്ന അമ്പലത്തിൽ പോകുന്നു. അപ്പോൾ ഞാൻ പോകുന്ന എൻ്റെ വീടിൻ്റെ അടുത്തുള്ള തൃക്കൂർ ശിവൻ്റെ അമ്പലത്തേക്ക് കേട്ടോ. ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ മുൻവശം. ഭയങ്കര പേരിട്ട അമ്പലമാട്ടോ. നമ്മുടെ ശിവപ്രതിഷ്ഠയ്ക്ക് എല്ലാ അമ്പലങ്ങളിലും മുഖം വെക്കാറില്ലേ, നമ്മുടെ ഇതിൽ മുഖരൂപം വെച്ചിട്ടുള്ള ശിവനാണ്. പൊക്കത്തിലാണെങ്കിൽ നമ്മുടെ അമ്പലം നമ്മൾ കയറി നമ്മളിത് അങ്ങനെ അമ്പലത്തിലെത്തി. നമ്മളിത് അങ്ങനെ ഉള്ളിലെത്തി. നമ്മളിത് ആദ്യം കൊടിമരത്തിൻ്റെ അവിടെ തൊഴുതിട്ട് വലം വെച്ചിട്ടാട്ടോ നമ്മൾ ഈ അമ്പലത്തിനുള്ളിൽ കയറാറ്. അമ്പലത്തിൽ എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നവംബർ മാസത്തേക്ക് ശിവരാത്രിയുടെ പരിപാടികളാണെന്ന് തോന്നുന്നുണ്ട്. ആകെ പണികൾ നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ അമ്പലത്തിൽ. നമ്മളപ്പോൾ വലം വയ്ക്കാൻ കയറുതാട്ടോ. നമ്മുടെ ഇവിടെ പൊക്കത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരിൻ്റെ ഏകദേശം കുറേ ഭാഗങ്ങൾ കാണാം. ഇവിടെ ഒരു സന്ധ്യ നേരത്തൊക്കെ വന്ന് നിൽക്കുമ്പോൾ എന്തൊരു പീസ്ഫുള്ളാണെന്നറിയോ. ഒന്നിനും കാലത്ത് പുലർച്ചെ വരുമ്പോൾ എങ്ങനെ സന്ധ്യയ്ക്ക് ഒരു 6 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊരു ഭംഗിയാണെന്നറിയോ ഇവിടെ. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഒക്കെ വരാറുണ്ട്. ഇപ്പോൾ ഭയങ്കര മഴയും വഴുക്കലൊക്കെ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഈ പാറപ്പുറത്തൊക്കെ കയറാറുണ്ട്. പാറപ്പുറത്ത് ശിവൻ്റെ കാൽപാദം, പാർവതി ദേവിയും ശിവനൊക്കെ കബഡി കളിച്ചതിൻ്റെ പാട് അങ്ങനെയൊക്കെ ഉണ്ട്. ഈ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നത് ഭഗവതി ക്ഷേത്രത്തിൽ തന്നെ പുറങ്കാവ്. ഗായ്സ്, ഈ വലിയ പാറയുണ്ടല്ലോ, അത് പണ്ട് ഹനുമാൻ കൊണ്ടിട്ടതാണെന്നാണ് പറയണേ. ഇതാട്ടോ നമ്മുടെ അമ്പലത്തിൻ്റെ പിൻവശം. ഇനി ശിവൻ്റെ അമ്പലത്തിൽ വന്നാൽ നമ്മൾ ചെയ്യുന്ന മെയിൻ കാര്യം ഫോട്ടോഷൂട്ട് തന്നെയാട്ടോ. നമ്മൾ ഫോട്ടോഷൂട്ടും വീഡിയോസൊക്കെ ആയിട്ടേ പോവാറുള്ളൂ. അങ്ങനെ നമ്മൾ നടക്കലൊക്കെ കഴിഞ്ഞ് തൊഴുത് ഇനിയിപ്പോൾ എത്തിന്നാണെങ്കിൽ നമ്മൾ കൂട്ടിയതിൽ ഉണ്ണിനെ കാണാൻ പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 ആൾക്കും ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നേ. നമ്മൾ 2 ആൾക്ക് വീട്ടിൽ ഒരു പുഷ്പാഞ്ജലി, 2 ആൾക്കും കൂടി ഒരു പുഷ്പാഞ്ജലി തന്നെ എൻ്റെ വിഷമാട്ടായി കേട്ടെ. ഞങ്ങളപ്പോൾ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി ഇനി ഹോസ്പിറ്റലിൽ പോണേ. അപ്പോൾ ഓക്കെ, ബൈ ഗായ്സ്.